ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആപ്പെ ഓട്ടോൻ്റെ എൻജിൻ ഓയിലും ഗിയർ ഓയിലും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആപ്പെ ഓട്ടോ ഉള്ളവർക്ക് അറിയാം ആപ്പേൻ്റെ ഓയിൽ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. അപ്പം ഓയിൽ നോക്കാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ എൻജിൻ റൂം ഒന്ന് തുറക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആപ്പേൻ്റെ എൻജിൻ റൂം. ഇതാണ് നമ്മളെ ഓയിൽ ഗേജ്. ഇപ്പോൾ ഈ ഓയിൽ ഗേജ് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പിൽ കുടുക്കി വെച്ചിട്ടുണ്ടാവും. അത് ശരിക്കും കാണുന്നില്ല. ഇതുണ്ടാവും, ഈ ഓയിൽ ഗേജ് ഒരു ക്ലിപ്പിൽ കുടുക്കി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഈ ക്ലിപ്പിന്ന് ആദ്യം ഇനി ഇങ്ങോട്ട് വിടിയിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഊരിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തുടയ്ക്കുക ആദ്യം. ഇപ്പം കണ്ടോ, ഈ ഗേജിനകത്ത് രണ്ട് കട്ടിങ്. ഈ രണ്ട് കട്ടിങ്ങിൻ്റെയും ഇടയിൽ എപ്പോഴും ഓയിൽ ഉണ്ടാവണം. കുറച്ച് മേലെ ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ താഴേക്ക്, അതായത് ഈ ലാസ്റ്റത്തെ കട്ടിങ്ങിൻ്റെ താഴേക്ക് ഓയിൽ പോകാൻ പാടില്ല. അപ്പം ആപ്പ ഉപയോഗിക്കുന്നവർക്കറിയാം ആപ്പേൻ്റെ എൻജിൻ ഓയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായാലും പുതിയ വണ്ടിയാണെങ്കിൽ പോലും ആപ്പേൻ്റെ എൻജിൻ ഓയിൽ കുറയും. അതുകൊണ്ട് ആപ്പേൻ്റെ ഓയിൽ ചുരുങ്ങിയതൊരാഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓയിൽ എത്രയുണ്ടെന്നൊന്ന് നോക്കാം. ഇനി ഈ ഓയിൽ ഗേജ് അവിടെ നമ്മളെടുത്ത പോലെ തന്നെ ഫുള്ള് പ്രസ് ചെയ്യുക. മുഴുവൻ പ്രസ് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടെ വലിച്ചെടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ രണ്ടാമത്തെ ആ കട്ടിങ്ങിൻ്റെ കുറച്ചും കൂടി മേലെ വരെ ഓയിലുണ്ട്. ഇതിപ്പോൾ ഞാൻ അടുത്ത് സർവീസ് ചെയ്തതാണ്. സർവീസ് ചെയ്തിട്ടൊരു 500 കിലോമീറ്ററിൻ്റെ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് മേലെയായിട്ട് നിൽക്കുന്നത്. ഈ അടിയത്തെ കട്ടിങ്ങിൻ്റെ താഴെ പോകാൻ പാടില്ല ഓയിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് നിൽക്കുക. ഈ മേലത്തെ കട്ടിങ്ങിൻ്റെ ഒരു പൊടിക്ക് മേലോട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഗിയർ ഓയിൽ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഗിയർ ഓയിലിൻ്റെ ഓയിൽ ഗേജ്. ക്യാമറ ഞാൻ മേലെ വെച്ചിട്ട് അതെങ്ങനെ ഊരിയെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഇത് ത്രെഡാണ്. ഇങ്ങനെ കൈകൊണ്ട് തിരിച്ച് ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്തിട്ട് നമുക്കൊന്ന് തുടയ്ക്കാം. ഇത് കണ്ടില്ലേ, ഇതിനും രണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഓയിൽ ഉണ്ടാവണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഗിയർ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും വരുന്നൊരു പ്രശ്നം ക്ലച്ച് കരയുന്ന ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്ന് ഗിയർ ഓയിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്കൊന്ന് നോക്കാം ഇതിൽ ഓയിലുണ്ടോ എന്ന്. ഇത് ഊരിയ പോലെ തന്നെ മുഴുവൻ പിരിയും ഒന്ന് ടൈറ്റാക്കുക. എന്നിട്ട് വീണ്ടും ഊരിയെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിലിപ്പം ഓയിൽ കറക്റ്റാണ്. ഇവിടം വരെ ഉണ്ട്. ആ രണ്ടാമത്തെ വരേൻ്റെ കുറച്ച് മുകളിൽ വരെ ഇതിൽ ഓയിലുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഇട്ട് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.